ഫ്രണ്ട്സ്, നമ്മുടെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള അതായത് മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസിന് കീഴിൽ വരുന്ന ടെക്സ്റ്റൈൽ കമ്മിറ്റിയുടെ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കേരളത്തിലേക്ക് വേക്കൻസി ഉണ്ട്. നിങ്ങൾക്ക് കാണാം, ഇവിടെ നിങ്ങൾക്ക് കണ്ണൂർ വേക്കൻസിൻ്റെ ഇവിടെ കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നെ കോയമ്പത്തൂർ, ചെന്നൈക്ക് വേക്കൻസി ഉണ്ട്. അവിടെയൊക്കെ നിങ്ങൾക്ക് ബാംഗ്ലൂരിലൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയാം. അപ്പോൾ ഇതിലേക്കുള്ള എലിജിബിലിറ്റി കാര്യങ്ങൾ, അതുപോലെ ഇതിലേക്ക് യാതൊരു അപേക്ഷാ ഫീസോ കാര്യങ്ങളൊന്നുമില്ല, ഫ്രീ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. ഓഫ്ലൈൻ ആയിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അതിന് മുൻപ് നമ്മുടെ ചാനൽ നിങ്ങൾ കയറി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക. അതോടൊപ്പം നമുക്ക് റീസെൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷനോട് കാണാൻ പറ്റും. പിന്നെ നമ്മുടെ ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ GOCL എജുലാൻഡ് ഒന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അഡ്മിറ്റ് കാർഡ്, റിസൾട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോ ചെയ്തോണമെന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ജസ്റ്റ് നമ്മുടെ ഗൂഗിളിൽ GOCL എജുലാൻഡ് നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരെ നോട്ടിഫിക്കേഷനിൽ നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും റിക്രൂട്ട്മെന്റ് ഫോർ ദ പോസ്റ്റ് ഓഫ് യങ് പ്രൊഫഷണൽ ഡെസിഗ്നേറ്റഡ് ആസ് പ്രൊജക്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ടെക്സ്റ്റൈൽ ടെസ്റ്റിംഗ് ആണ് നമ്മുടെ മേഖല. അപ്പം ഈ പറയുന്ന ടെക്സ്റ്റൈൽ ടെസ്റ്റിംഗുമായി ബന്ധപ്പെട്ട് നമുക്ക് നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇനീഷ്യലി നമുക്ക് 3 വർഷത്തേക്കാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ഇത് കരാർ എന്നുള്ള പോസ്റ്റാണ്. 26,000 പെർ മന്താണ് നമുക്ക് ലഭിക്കുന്നത് ആദ്യത്തെ വർഷം. പിന്നീട് നമുക്ക് 2-3 വർഷം നമുക്ക് രണ്ടാമത്തെയും മൂന്നാമത്തെയും വർഷം നമുക്ക് ആദ്യത്തെ വർഷം കിട്ടിയതിനേക്കാൾ ഒരു 3% എന്ത് ചെയ്യും, നമുക്ക് ആ ഒരു റെമ്യൂണറേഷൻ ഇൻക്രീസ് ആവും എന്നുള്ളതാണ്. പിന്നെ കുറച്ച് അലവൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇതിൻ്റെ കൂടെ. അപ്പം നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാനുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് BSc ഫിസിക്സോ അല്ലെങ്കിൽ BSc കെമിസ്ട്രിയോ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ BTech ഇൻ ടെക്സ്റ്റൈൽ ടെക്നോളജിയിൽ BTech കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, വേറെ യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. 21 മിനിമം ഏജ്, മാക്സിമം ഏജ് 35. അപ്പോൾ എവിടേക്കാണ് വേക്കൻസി എന്നുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 40 വേക്കൻസിയാണ് ടോട്ടൽ വന്നിരിക്കുന്നത്. ബാംഗ്ലൂർ, ചെന്നൈ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓരോ വേക്കൻസി, നമ്പർ ഓഫ് വേക്കൻസി ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ കേരളത്തിലൂടെ കാണാം. കണ്ണൂർ നിങ്ങൾക്ക് ഒരു വേക്കൻസി നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, പിന്നെ ചെന്നൈയിൽ നിങ്ങൾക്ക് ഇവിടെ വേക്കൻസി ഞാൻ പറഞ്ഞു. പിന്നെ ബാംഗ്ലൂരിൽ വേക്കൻസി ഉണ്ട്. പിന്നെ മറ്റു വിവിധ സ്റ്റേറ്റുകളുണ്ട്. പിന്നെ കോയമ്പത്തൂർ 5 വേക്കൻസി വരുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ പല വേക്കൻസികൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒരു റീജിയനിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഒന്നെങ്കിൽ ചെന്നൈ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ബാംഗ്ലൂർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ണൂർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോയമ്പത്തൂർ. ഇവിടെ എവിടെയെങ്കിലൊക്കെ ഏതെങ്കിലും ഒന്നിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കാം. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ ഈ പറയുന്ന ടെക്സ്റ്റൈൽ ടെസ്റ്റിംഗൊക്കെയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നല്ല നോളജ്, നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ല് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇതിൽ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി അതോടൊപ്പം തന്നെ നമ്മൾ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യാൻ ലിങ്ക് കൊടുക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ പേജിലേക്കായിരിക്കും വരിക. ടെക്സ്റ്റൈൽ കമ്മിറ്റി റിക്രൂട്ട്മെന്റ് 2024 അപ്ലൈ ചെയ്യാവുന്ന കാണാം. നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇമ്പോർട്ടൻ്റ് ആയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. ഡേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്, അതായത് പോസ്റ്റലായിട്ട് നമ്മൾ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അവിടെ എത്തേണ്ട അവസാന തീയതി 31/5. അത് മെയ് 31 ഉള്ളിൽ അവിടെ എത്തണം. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് അഡ്രസ്സൊക്കെ വ്യക്തമായിട്ട് ഇതിൽ നമ്മുടെ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്നിലേക്ക് അയച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിന് മുൻപ് നിങ്ങൾ ചില അപേക്ഷ ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്യണം. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ആണ് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ, ഇപ്പോൾ നമ്മൾ കണ്ട നോട്ടിഫിക്കേഷൻ കാണണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇതിന് അപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫോം കാണാൻ പറ്റും. ഇതിൽ പാസ്വേഡ്, ഫോട്ടോഗ്രാഫൊക്കെ ഒട്ടിക്കുക. അതിനുശേഷം നിങ്ങൾ ഏത് പോസ്റ്റിനാണ് അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്യുക. ബേസിക് ആയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഫോമാണ്. എന്നിട്ട് നിങ്ങൾ സൈൻ ചെയ്യുക. ഇത് നിങ്ങൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കുക. ഇത് മാത്രം അയച്ചു കൊടുത്താൽ പോരാ. നിങ്ങൾക്ക് ഇതിലേക്ക് ഡിഗ്രിയുടെ നമ്മുടെ SLC സർട്ടിഫിക്കറ്റ് ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, സെൽഫ് അറ്റസ്റ്റ് ആയുള്ള സർട്ടിഫിക്കറ്റ് എല്ലാം നിങ്ങൾ ഇതിൻ്റെ കൂടെ വെക്കുക കേട്ടോ. ഒറിജിനൽ ഒരിക്കലും വെക്കരുത്. നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക, എന്നിട്ട് സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ വെച്ചിട്ട് നമ്മൾ പോസ്റ്റലായിട്ടാണ് അയച്ചു കൊടുക്കുന്നത്. പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു 31 മെയ് ആണ്. പ്രത്യേകം ഇവിടെ ലിസ്റ്റ് പറഞ്ഞിട്ട് പ്രത്യേകമായിട്ട് 31 മെയ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ അഡ്രസ്സ് എന്നിവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾക്ക് താല്പര്യം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് കോയമ്പത്തൂരിലേക്കാണെങ്കിൽ നിങ്ങൾ ഈ അഡ്രസ്സാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ടെക്സ്റ്റൈൽ കമ്മിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഈ അഡ്രസ്സാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഈ അഡ്രസ്സിലേക്കാണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, പിൻകോഡ് സഹിതം ഇതാണ് അഡ്രസ്സ്. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ കണ്ണൂരാണെങ്കിൽ ഞാൻ ഇവിടെ കാണിക്കാം. കണ്ണൂരിൻ്റെ ഇതിലുണ്ട്, എല്ലാത്തിൻ്റെ ഉണ്ട്. ചെന്നൈൻ്റെ ഇതാ നിങ്ങൾക്ക് ഇതിൽ കാണാം. ഓക്കെ, കണ്ണൂരിൻ്റെ ഇതാ നിങ്ങളുടെ ടെക്സ്റ്റൈൽ കമ്മിറ്റി നിങ്ങൾക്ക് കാണാം. പ്ലാറ്റിനം സെൻറ്റർ എന്ന് പറഞ്ഞാൽ 2nd ഫ്ലോർ നിങ്ങൾക്കൂടെ കാണാം. പിൻകോഡ് സഹിതം ഈ അഡ്രസ്സിലേക്കാണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കാനുള്ള നമ്പറും ലാൻഡ് ലൈനും അതത് റീജിയൻ്റെ നേരെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നിലേക്ക് ഒരു ഉദ്യോഗാർത്ഥിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഒന്നിലധികം അപേക്ഷ സമർപ്പിക്കാൻ പാടില്ല. ഇതിൽ ഏതെങ്കിലും ഒരു സെൻറ്ററിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ചെന്നൈ ആണോ, കോയമ്പത്തൂരാണോ, ബാംഗ്ലൂരാണോ, ഇനി മറ്റേതെങ്കിലും സ്ഥലങ്ങളിലാണെങ്കിൽ നിങ്ങൾ ഏതാണെന്ന് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത് നിങ്ങളുടെ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.